പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. ഇതൊക്കെ അവന്റെ അഭിനയമാണെങ്കിലോ? ആഗ്രഹം എന്ന് പറയുന്ന ആൾക്കാർ നല്ലതുകൂടെ പറയണമെന്നാണ്. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സാറേ. ഇയാൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നവരൊന്നും അല്ല ഇയാൾ എഴുതുന്നത്. ഇന്റർവെലിന് ശേഷം പടം കയറിയാൻ കൊളുത്തുക. പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. ഇപ്പോഴും ഒന്നുകൂടി കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ റെഡി. എനിക്ക് എന്താണ് ഇത്, മുഖത്ത് എന്തൊക്കെയാണ് അങ്ങേര് ചെയ്തു വെക്കുന്നത്? എല്ലാരും സാറ് പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞേ. മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ പൊള്ളിച്ചടിക്കും മോനെ. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സിനിമയായ പോരാ, ഒരു ഗംഭീര സിനിമ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ കനൽ ഇതപ്പ കത്തിയിട്ടുണ്ട്, ഇനി അത് ആളാൻ പോവുകയാണ്. ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂപ്പർ ക്ലൈമാക്സ് ആണ്, സൂപ്പർ. എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. നിങ്ങൾ തല്ലും. ലാലേട്ടൻ തകർത്തടിച്ച് അങ്ങനെ സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉഗ്രൻ അഭിനയോ. ഇനി ഇതിനപ്പുറം ഒരു പടം ഇല്ല. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇനി ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു 4ാം ഭാഗം 5ാം ഭാഗം ഒക്കെ? പക്ഷെ അതുകൊണ്ട് എനിക്കൊന്നും തോന്നില്ല. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ